അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഫേസ് ഷീൽഡ് കെട്ടിട്ട് പോകുന്നത്. ഹായ് വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ സ്പോൺസേഴ്സിന് ആദ്യം ഒരു താങ്ക്സ് പറയണം. സോ ഇംഗ്ലീഷ് പ്ലസ് ആണ് നമ്മുടെ സ്പോൺസേഴ്സ് ഉള്ളത്. അപ്പം ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ വാട്സാപ്പ് ത്രൂ പഠിക്കണമെങ്കിൽ ഇപ്പോൾ മോർ ഡീറ്റെയിൽസ് ഈ ഡിസ്ക്രിപ്ഷനിൽ അവർ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഹായ്, മാസ്ക് ഉണ്ട് ആദ്യം മുഖം കണ്ട് അത് അടിപൊളിയായിട്ടുണ്ട്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ എന്നല്ല പോകണം, ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ മെല്ലെ മെല്ലെ കാണാം. സെക്യൂരിറ്റി ചെക്കിൻ്റെ രസം എന്താ വെച്ചാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള 2 ബാഗാണ്, ഹാൻഡ് ബാഗ്. ഒന്നിൽ ലാപ്ടോപ്പും ഒന്നിൽ ബാക്കിയുള്ള ഗാഡ്ജറ്റ്സും ഇലക്ട്രോണിക്സ് ഒക്കെ. അങ്ങനെ അത് രണ്ടും കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഫുള്ളി ചെക്ക് ചെയ്ത്, അതായത് കംപ്ലീറ്റ് പുറത്തിട്ടിട്ട് എല്ലാം നോക്കിയിട്ടാണ് അകത്ത് കയറ്റിയിട്ടത്. പിന്നെ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിലല്ല, എയർപോർട്ടൊക്കെ കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റ് ഏകദേശം 180 ആൾക്കാരെ കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി ആകെ ഉള്ളത് 94 ആൾക്കാരാണ് ഇവിടുന്ന് പറഞ്ഞത്. എനിവേസ് ഞാൻ ഇൻഡിഗോയിലാണ് ഫ്ലൈ ചെയ്യുന്നത്. പിന്നെ ചെക്കിനുള്ള ഒരു സ്പെഷ്യൽ മെൻഷൻ ചെയ്യാനുണ്ട്, മിസ്റ്റർ അക്കിൻ. സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ അക്കിൻ. അതായത് ഒരു സീറ്റ് അപ്ഗ്രഡേഷൻ കിട്ടി ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിഷ്വൽസ് മെല്ലെ മെല്ലെ കാണാം. ഇത് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നതാണ്. ഇൻഡിഗോ എന്നുള്ള ഒരു ഫേസ് മാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഫേസ് ഷീൽഡ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സാനിറ്റൈസറിൻ്റെ പൗച്ച് 1 2 3 4 5. എന്തായാലും സേഫ്റ്റി മുഖ്യം പിക്കിലേ. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ഫോർ ദ ഫ്ലൈറ്റ്. അപ്പോൾ പോയല്ല, ഫേസ് ഷീൽഡ് കെട്ട് കുറച്ച് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഫേസ് ഷീൽഡ് കെട്ടിട്ട് പോകുന്നത്. കോവിഡ് കാലത്തെ ഒരു യാത്ര. And yes, we have finally arrived the Bangalore airport. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തി. ഞാൻ 8:10 എൻ്റെ ഫ്ലൈറ്റ്. ഒരു ബൈ 9:10 തന്നെ എത്തി. ജസ്റ്റ് ഒരു 40 to 50 minutes ജേർണി ആയിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു താമസം മാത്രം. പെട്ടെന്ന് തന്നെ ബാഗേജ് കിട്ടി. ആൻഡ് യെസ്, വി ആർ ഇൻ ബാംഗ്ലൂർ.
ഇത് ഊബറിനായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഫുൾ ഊബറിൻ്റെ വണ്ടികളാണ് മൊത്തം. നമ്മൾ ബുക്കിനനുസരിച്ചിട്ട് പ്രീമിയർ ആണെങ്കിലും എക്സൽ ആണെങ്കിലും അങ്ങനെ ഓരോന്നായിട്ട് എല്ലാ ഊബർ ഇവിടെ നേരിടുന്ന് നിൽക്കും. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തത് ഊബർ ഗോ ആണ്, അത് ഏറ്റവും മുന്നിലാണ്. അപ്പം ഇനി അങ്ങോട്ടേക്ക് പോട്ടെ. അപ്പം നമ്മളിപ്പോൾ ഊബറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഡ്രൈവർ ശരിക്കും എന്ന് പറഞ്ഞാണെങ്കിൽ ആള് ഇവിടെ നിന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. എനിക്ക് ഹിന്ദി ഓവർ അറിയില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ആള് പൊളിയാട്ടോ. ഹായ് ഓൾ ഗുഡ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഹോട്ടലിലേക്കാണ് പോണത്. ഹോട്ടൽ ബാംഗ്ലൂർ റേസ് കോഴ്സിൻ്റെ അവിടെയാണ്, ഹോളിഡേ ആണ്, സ്റ്റാർ ഹോട്ടലാണ്. അപ്പം ഇനി ബാക്കി നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ അതിൽ കൂടെ കയറി വന്നു. സോ ദിസ് ഈസ് ദ ലോബി. നല്ല അടിപൊളി ലോബി കേട്ടോ, ഹോളിഡേ ഇൻ. Wow. Woo, yeah. Nice. Wow. What a view. Such an amazing view. സോ അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഐവ് ഗോട്ട് എ സുപ്പീരിയർ റൂം ഓൾ ബൈ മൈ സെൽഫ്. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോ അണ്ടിൽ ദെൻ ദിസ് ഇസ് റോമിംഗ് ബ്ലോഗർ. അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. റേസ് കോഴ്സ് ആണ്, ഹോളിഡേ ഇൻ ബാംഗ്ലൂർ റേസ് കോഴ്സ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി, ചെക്കിനൊക്കെ ചെയ്ത് ഫ്രഷായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. 4 മണിക്ക് നീച്ച് എയർപോർട്ടിലേക്ക് വരണം. 4 മണിക്ക് നീച്ച് 5 മണിക്ക് എയർപോർട്ടിലേക്ക് പോയി 6 മണിക്ക് അവിടെ എത്തി. അങ്ങനെ തന്നെ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ നേരെ ലഞ്ചിലേക്ക്. അപ്പം ഹോളിഡേന്ന് അത്യാവശ്യം നല്ല കുറേ റൂംസ് ഉള്ളൊരു ഹോട്ടലാട്ടോ. കുറേ റൂംസ് ഉണ്ട്. ഇത് 14th ഫ്ലോറിലാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് പോവാം, ഫുഡ്. അപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വിളിച്ചു, റിസപ്ഷനിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 4th ഫ്ലോറിലാണെന്ന്. 4th ഫ്ലോർ. അപ്പോൾ നമുക്ക് ഇനി 4th ഫ്ലോറിലേക്ക് പോവാം. ലഞ്ച് ടൈമിംഗ് ഇസ് ഫ്രം 12:30 to 3:30. 4th ഫ്ലോർ. അപ്പോൾ സമയം ഏകദേശം 12:09. അപ്പോൾ ലഞ്ചിന് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ലാസ്റ്റിൽ കഴിക്കാനുള്ളതാണ്, പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചു തരാം. ഡെസേർട്സ്, ദ ബെസ്റ്റ് പാർട്ട്. ഇതാണോ, ഓരോ ടേബിളിൻ്റെ മുകളിലും സാനിറ്റൈസർ ഉണ്ട്. ഏതാ വൈബ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ സ്പെഷ്യൽ സൺഡേ ബ്രഞ്ച് ഉണ്ട്. ഇവിടെ സൺഡേ ബ്രഞ്ച് എന്ന് വെച്ചാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 മുതൽ ഒരു ഈവനിങ് 3:34 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ബ്രഞ്ചാണ്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാണെങ്കിൽ പലതരം ഐറ്റംസ് ഉണ്ട്. ഭയങ്കര വൈഡ് വെറൈറ്റി ഉണ്ട്. സെറ്റൊക്കെ കയറുന്നിടത്ത് തന്നെ നിങ്ങൾ കണ്ടില്ല, സംഭവം ഫുൾ സെറ്റപ്പാണ്. നല്ല സ്പ്രെഡാണ് ബ്രഞ്ചിൻ്റെത്. എന്താണെങ്കിലും ഞാൻ ഓരോന്നായിട്ടൊക്കെ കഴിച്ചു നോക്കി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ.
ഇത്രയും വലിയ സ്പ്രെഡ് ഉണ്ടായിട്ട് എൻ്റെ കണ്ണ് പോയത് ഇവിടുത്തെ ലാമ്പിലേക്കാണ്. കണ്ട് മുതൽ എനിക്കുണ്ടല്ലോ തിന്നാൻ മുട്ടി. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് വേറെ ആരും അത് തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷെഫിനോട് പറഞ്ഞു. അപ്പം ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് മിസ്റ്റർ മയൂർ രാമചന്ദ്രൻ. അപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് മുറിച്ച് തന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മസാല ഉണ്ടല്ലോ ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. എന്താണെങ്കിലും സംഭവം അടിപൊളി. താങ്ക് യു ഷെഫ്, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ഹോളിഡേയിൽ വരാണെങ്കിൽ ഈ ബ്രഞ്ച് മിസ്സാക്കരുത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ചെത്തി. ഇനി ഞാൻ പറഞ്ഞ പോലെ വേറെയും ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം.